ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിതേ പഴയൊരു അക്രിലിക് ബോട്ടിൽ വെച്ചിട്ട് ഒരു കുഞ്ഞ് ടെസ്റ്റ് ഡെക്കോർ ഉണ്ടാക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ പെയിൻ്റൊക്കെ കഴിഞ്ഞ കുപ്പി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കുക. നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അതേ ഇതുപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക്. ദെൻ കളറിംഗ് ആണ്. ഞാനിവിടെ ഒരു പാസ്റ്റൽ ഷെയ്ഡ് ഗ്രീനാണ് കൊടുക്കുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇന്ന് വീഡിയോ എടുക്കാനൊന്നും വലിയൊരു സുഖമില്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞി വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേ കളറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നൂലൊക്കെ കഴിഞ്ഞ ഈ ഒരു അതിൻ്റെ ബേസ് ഉണ്ടാവില്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് സ്റ്റിക്കോ കമ്പോ എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ രണ്ട് കമ്പ് നമ്മൾ കോലുമിഠായി ഒക്കെ വാങ്ങുന്നു, കുറച്ച് വലിയൊരു കോലുമിഠായി ഉണ്ടല്ലോ, അതിൻ്റെ കമ്പാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല വിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കമ്പോ അല്ലെങ്കിൽ ഐസ് സ്റ്റിക്കോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടുത്തെ 3 കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ആക്രിലിക് ബോട്ടിൽ, പിന്നെ ഈ നൂലിൻ്റെ സാധനം, പിന്നെ നമ്മുടെ കോലുമിഠായിൻ്റെ സ്റ്റിക്ക്, ഇത് 3 നമുക്ക് വേസ്റ്റായിട്ട് കളയുന്ന സാധനമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി വേസ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയതെന്ന് പറയാം. നെക്സ്റ്റ് ഇവർക്കൊരു മേക്ക് ഓവർ എടുക്കാം. സോ പെയിൻറ്റിങ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പിങ്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മിക്സ് ചെയ്താൽ ഒന്നും കൂടെ നല്ല ക്യൂട്ട് കളർ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബേസ് ആക്കിയിട്ട് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കാർഡ്ബോർഡ് പീസ് ഇതുപോലെ എടുത്തിട്ട് 3ഉം ഒരുമിച്ചൊന്ന് ഒട്ടിച്ചെടുത്തു. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ A4 ആണ് എടുത്തിട്ടുള്ളത്. സോ A4 ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മൾ പൊതിയുന്നൊക്കെ പോലെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് എടുത്തു. ഇനി ഇതും കൂടെ നമുക്കൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത കളർ ഉണ്ടല്ലോ, അത് തന്നെ നമ്മൾ സ്റ്റിക്കിനൊക്കെ കൊടുത്ത കളർ തന്നെ സെയിം കളർ തന്നെയാണ് എടുത്തത്. അപ്പോൾ അതും ഫുള്ളാക്കിയിട്ടൊന്ന് പിങ്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഉണ്ടാക്കി നേരത്തെ പെയിൻറ്റ് ചെയ്തെടുത്ത് വെച്ച് ഈ സാധനങ്ങളൊക്കെ ഇതിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്മുടെ 2 സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മളെ കുപ്പി ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ വിടുത്തിൽ തന്നെ ഈ 4 തൂണ് പോലെ 4 ഇതും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാനാണ്, പക്ഷേ വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇനി ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് എനിക്ക് ചെയ്യേണ്ടത്. പിന്നെ ഗീവ് അവേയുടെ കാര്യം നിങ്ങൾ മറന്നുപോയി. ഞാൻ ഗീവ് അവേയുടെ കാര്യം പറയുന്ന വീഡിയോസിൽ മാത്രമേ കമൻറ്റ് വരുന്നുള്ളൂ, അല്ലാത്തതിൽ കമൻറ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത്. കമൻറ്റ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്കിൽ കുപ്പി ഇങ്ങനെ ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ ആ ഒരു വിടത്തിൽ തന്നെ 4 ആ നൂലിൻ്റെ സാധനം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇത്രേ ഉള്ളൂ. ഇനി തന്നെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്ലവേഴ്സ് ഒറിജിനലോ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സാണ് കിട്ടിയത്. അപ്പോൾ തൽക്കാലം ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫ്രണ്ടിലെ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.